ഇപ്പൊ എന്താണ് കുമ്മായം? കുമ്മായം എന്ന് പറയുന്നത് കടലിലെയോ അത് മറ്റുള്ള സ്ഥലങ്ങളിലെയോ തീരപ്രദേശങ്ങളിലേക്ക് കക്ക നന്നായിട്ട് നീറ്റിയെടുത്ത്, അതായത് ചൂടാക്കി നീറ്റിയെടുത്ത് പൊടിയാക്കുന്നതാണ് കുമ്മായം എന്ന് പറയുന്നത്. അത് കാൽഷ്യം ഓക്സൈഡ് ആണ്. അത് നമ്മൾ വെള്ളവുമായിട്ട് ചേരുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. അതാണ് കുമ്മായം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് മണ്ണിലേക്ക് ഇടുമ്പോൾ കാൽഷ്യം ഓക്സൈഡ് ആണ്. സ്വാഭാവികമായിട്ട് മണ്ണിന്റെ pH പെട്ടെന്ന് വർദ്ധിക്കും. അത് മാത്രമല്ല, അത് വെള്ളവുമായിട്ട് ചേരുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ കാൽഷ്യം ഓക്സൈഡ് ചെയ്യുന്നത് മണ്ണിനകത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ കുമ്മായം ഇടുമ്പോൾ ആ കുമ്മായം പെട്ടെന്ന് തന്നെ മണ്ണിന്റെ pH വർദ്ധിക്കും. ഇപ്പൊ മണ്ണിന്റെ pH 5 ആണെങ്കിൽ അത് 9 or 10 ആയിട്ട് കൂടും. അപ്പൊ മണ്ണിനൊരു ബൂസ്റ്റിംഗ് ആണ്. പെട്ടെന്ന് തന്നെയുള്ള ഒരു ഭാവമാറ്റം മണ്ണിനകത്ത് ഉണ്ടാവുകയും അത് ചിലപ്പോൾ സൂക്ഷ്മജീവികളൊക്കെ ബാധിക്കുകയും ചെയ്യും. സസ്യങ്ങളുടെ വേരുകളെയും ബാധിക്കാം. അതുകൊണ്ടാണ് കുമ്മായം സജസ്റ്റ് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാവരും പറയുന്നത് ചെടികൾ നട്ട് കഴിഞ്ഞ് ഉടൻ തന്നെ കുമ്മായം ഇടരുത്, അല്ലെങ്കിൽ വിത്തിട്ട് കഴിഞ്ഞ് കുമ്മായം ഇടരുത്. വാഴയ്ക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും ഒരു 2 ആഴ്ച മുമ്പെങ്കിലും കുമ്മായം ഇട്ടതിന് ശേഷം മണ്ണൊന്ന് ട്രീറ്റ് ചെയ്തതിന് മാത്രം ചെടികൾ നടാൻ പറയുന്നത്. അപ്പൊ കുമ്മായം അത് വെള്ളവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളുകയും ചെയ്യും. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് കുമ്മായം വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കണം എന്ന് പറയുന്നത്. കുമ്മായം ഉപയോഗിക്കേണ്ടെന്നല്ല പറയുന്നത്, കുമ്മായം ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിവിധ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.